ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് ഉണക്കമുന്തിരി അച്ചാർ ഉണ്ടാക്കിയാലോ? ഇത് നമ്മൾ കുറച്ച് ഉണക്കമുന്തിരി ഒന്ന് മാറ്റി വയ്ക്കുക, ഒന്ന് കഴുകി ഒന്ന് മാറ്റി വയ്ക്കുക. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കുക. കുറച്ച് ശർക്കര, വറ്റൽമുളക്, കറിവേപ്പില, ഒരു നാരങ്ങ വലുപ്പത്തിൽ കുറച്ച് വാളംപുളി എടുത്ത് നമ്മൾ ആ ശർക്കരയൊന്ന് കുറച്ച് നല്ല വെള്ളത്തിലിട്ട് ഒന്ന് പാനിയാക്കി എടുക്കുക, ഒന്ന് ഉരുക്കി പാനിയാക്കി എടുത്ത് അത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ആ മുന്തിരി അതിലിട്ട് ഇട്ട് കൊടുക്കാം. പായസത്തിനൊക്കെ നമ്മൾ മുന്തിരി വറുത്തെടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് എത്രത്തോളം വേണോ ക്വാണ്ടിറ്റി, അച്ചാറിൻ്റെ ക്വാണ്ടിറ്റി, ഇതനുസരിച്ച് നമ്മൾ മുന്തിരി എടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് എണ്ണയിലിട്ട് ഉലുവയും കടുകും ഇട്ടൊന്ന് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മളതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക. അതിൻ്റെ ഒരു കളറൊക്കെ മാറുന്ന വരെ ഒന്ന് ചൂടാക്കി അതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് മുളക് പൊടി, എരിവിന് എത്ര നമുക്ക് എരിവ് വേണോ അതനുസരിച്ച് നമ്മൾ മുളക് പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ ശർക്കര പാനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് ഇളക്കി അതൊക്കെ ഒന്ന് മിക്സായി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യത്തിനുള്ള ഒരു പുളി അതിൽ കിട്ടും. പിന്നെ നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടെ അതിലിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള ഉണക്കമുന്തിരി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം നല്ലോണം അതൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് നേരം നമ്മൾ ആ ഒരു സിമ്മിലിട്ട് ആ ഒരു ഹീറ്റിൽ നമ്മൾ അത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക. നമ്മുടെ അച്ചാർ റെഡി.